ഞാനിപ്പോൾ ഒരു ടാക്സിയിലാണല്ലോ. ഞാൻ ഫൈസലിൻ്റെ വീട്ടിലേക്ക് പോവാണ്. ഞാൻ പണ്ട് വ്ളോഗ് ചെയ്തിരുന്നില്ലേ, കാശ്മീർ വന്ന് കുറേ ഇവിടെയൊക്കെ താമസിച്ചേ. അപ്പോൾ നമ്മളെ ഫസ്റ്റത്തെ ടീം തിരിച്ചു പോയി, സെക്കൻഡ് ടീം നാളെയാണ് വരിക. ഫൈസലിന് അന്ന് കല്യാണം കഴിഞ്ഞ് കുട്ടിയൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. കുട്ടിയാവാത്തതിനെ പറ്റി കാരണം എന്നോട് സംസാരിക്കായിരുന്നു. ഇപ്പോൾ അവന് കുട്ടിയായി, 3 months ആയി. ഇബ്രാഹിം എന്നാണ് കുട്ടിയുടെ പേര്. കുട്ടീനെ കാണണം, ആമിദിനെ കാണണം, മമ്മീനെ കാണണം, പപ്പനെ കാണണം, പിന്നെ ഫൈസലിൻ്റെ അനിയൻ സമീർ എല്ലാവരെയും കാണണം. അത് അവിടെ ഒരു വണ്ടി ഈ ഫ്ലൈ ഓവർ എയർപോർട്ടിൽ അവരെ കൊണ്ടുപോയി വിട്ട് ഫ്ലൈ ഓവറിൻ്റെ അടുത്ത് നിന്ന് ഷോൾട്ടറിലേക്കൊരു ഷെയർ ഇങ്ങനത്തെ വണ്ടി പോകില്ലേ, അതിലാണ് പോകുന്നത്. എണ്ണോ ഇവിടുത്തെ നാട്ടുകാരുടെ കൂടെയാണ് അവൻ പോകുന്നത്. ഭയങ്കര ഗൗരവത്തിലാണ്, ആരും എന്നോട് മിണ്ടുന്നൊന്നുമില്ല. ഫൈസലിൻ്റെ വീട്ടിലെത്തി കുറച്ച് സമയം റെസ്റ്റൊക്കെ എടുത്തു. പുറത്തായിട്ടൊന്നും ഉറങ്ങി, അധികം ഉറങ്ങിയിട്ടില്ല. ഫൈസലിൻ്റെ ഉമ്മയും ഞാനും കൂടി ഞങ്ങൾ പണ്ട് അത് ഞാൻ വ്ളോഗ് ചെയ്തിട്ടില്ലേ, ഞങ്ങൾ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കുന്നത് അവിടെ ആ പറമ്പിലൊന്നും പോകുന്നൊക്കെ വിചാരിച്ചു. ഒരു വീട്ടിലിങ്ങനെ കുറേ ചേഞ്ചസ് കിട്ടും. അന്ന് ഇവിടെയായിരുന്നു നമ്മുടെ തൊഴുത്തൊക്കെ ഉണ്ടായിരുന്നത്, കോഴിക്കോടൊക്കെ. ഇപ്പോൾ അത് മാറ്റിയിട്ട് ഇവിടെ ഫൈസലിന് വീടുണ്ടാക്കാൻ വേണ്ടി തറയിട്ടിട്ടുണ്ട്. ഇവിടെയാണ് ആ വീട്. അന്ന് ഇവിടെ ഇവരുടെ പഴയ 100 വർഷം പഴയ ഒരു മൺവീടാണ് ഉണ്ടായിരുന്നത്. പൊളിഞ്ഞടനായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ അത് മാറ്റിയിട്ട് ഇപ്പോൾ ഇവിടെ തറയിട്ട് ഇപ്പോൾ തൊഴുത്തൊക്കെ ഇങ്ങോട്ട് പുതിയത് ഉണ്ടാക്കിയതാണത്. അമ്മ പറമ്പിലേക്ക് ഞങ്ങൾ വാക്കിങ്ങിന് പോവാണ്. എന്തൊക്കെയാണ് പുതിയ ചേഞ്ചസ്. അന്നും മാർച്ച് അവസാനം തന്നെയായിരുന്നു ഞാൻ ഇവിടെ ഉണ്ടായിരുന്നത്. 2 വർഷം മുന്നേ 2022 ഇപ്പോൾ 2024 ഇതാണ് ഇവരുടെ. അന്ന് ഞങ്ങളിവിടെ ഇങ്ങനെ കുറേ ഇതൊക്കെ കുഴിച്ചിടുന്നൊക്കെ ഉണ്ടായിരുന്നു. ഈ മരത്തിന് അന്നൊരു കേട് വന്നിട്ട് അവരിങ്ങനെ കുത്തി നന്നാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കണ്ട ഇവിടെ ഇങ്ങനെ ചാണകമൊന്നും കൂടി ഒരു സാധനം കുത്തി വെച്ചിരിക്കുന്നത്, അതതിന് കേടില്ലാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇത് ഇവരുടെ ആപ്പിൾ ഫാമാണ്. ഇവിടെ ആപ്പിളിൻ്റെ കേത്ത് എന്നാണ് നമ്മൾ കഴുകുന്തോട്ടം എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഇവിടെ കേത്തി എന്നാണ് പറയാം. കണ്ട ഒരു മരത്തിൽ നല്ലോണം ആപ്പിൾ എന്ന് വെച്ചാൽ പൂക്കൾ ഇട്ടിട്ടുണ്ട്. വെള്ള ഇവിടെ പച്ച ആപ്പിളും നമ്മളുടെ റെഡ് ആപ്പിളുമാണ് ഇവരെ പറമ്പിലുള്ളത്. मम्मी आप ये खड़ो आ जाओ. ഞാൻ इसमें देखो इधर देखो. हाँ ओके ठीक है. ഇപ്പം ഇവിടെ കണ്ടോ, അവിടെ മഞ്ഞുമലയൊക്കെ കാണുന്നത്. അതായത് ഇപ്പം ഈ സ്ഥലം ഞാൻ നിൽക്കുന്നത് സഫാപോര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അത് സോനമാർഗിൻ്റെ അടുത്തുള്ളൊരു സ്ഥലമാണ്. ശ്രീനഗറിൽ നിന്ന് ഏകദേശം 44 കിലോമീറ്റർ ദൂരം വന്നിട്ടാണ് ഇങ്ങോട്ട് എത്തിയത്. ഞാൻ ഒരു ഷെയർ ടാക്സിയും പിന്നെ ഒരു ബസ്സിലും ഒക്കെ കയറിയിട്ടാണ് ഇങ്ങോട്ട് എത്തിയത്. ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ ദൂരെയാണ് ഇവരുടെ വീട്. അപ്പോൾ എന്നെ ഫൈസല വന്ന് പിക്ക് ചെയ്തു. ഇവർക്ക് വേണ്ട എല്ലാ പച്ചക്കറിയും ഇവിടെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ये है साग. साग ये है ഇതാണ് സവാള ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഇവര്. സവാള ഇവരുണ്ടാക്കിയിരിക്കുന്നത്. ഇവര് വീട്ടിലേക്ക് വേണ്ട സവാളയൊക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കുക ചെയ്യുന്നത്. ഒണിയനേനേ. പിന്നെ ഇവരിപ്രാവശ്യം കുറച്ച് കടുക് ഉണ്ടാക്കിയിട്ടുണ്ട് ബാക്കിൽ. പിന്നെ പശുവിനുള്ള പുല്ലൊക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടോ, ഇത് ഫുള്ള് ആപ്പിൾ തോട്ടാണ് കേട്ടോ. അന്ന് ഞാനിവിടെ വന്നിട്ട് ഇവരുടെ ഈ ഒരു ഭാഗത്ത് കുറേ പുല്ലൊക്കെ പറിക്കുകയൊക്കെ ചെയ്തിരുന്നു. അന്ന് ഏകദേശം 4-5 ദിവസം ഇവിടെ നിന്നു. പക്ഷെ ഇപ്രാവശ്യം ആകെ 1 ദിവസം മാത്രമേ നിൽക്കുന്നുള്ളൂ. അപ്പം അടുത്ത ടീം നാളെയാണ് വരുന്നത്, പറവകൾ. അപ്പോൾ നാളെ ഇന്നൊരു ടീം പോയി. അപ്പോൾ അടുത്ത ടീമിനെ വരവേൽക്കുന്ന മുന്നേ കണ്ടോ, ഇപ്പോൾ പൂക്കൾ ഇപ്രാവശ്യം കുറച്ച് തണുപ്പ് കൂടുതലാണ്. അപ്പോൾ പൂക്കൾ വരുന്നേ ഉള്ളൂ. അന്ന് ഇതൊക്കെ പൂവായിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഇത് റെഡ് ആപ്പിളേ കണ്ടോ, പൂക്കൾ വരുന്നേ ഉള്ളൂ. ഈ പറമ്പിൽ ഇവർ പശുവിന് വേണ്ടിയിട്ടുള്ള പുല്ല് വളർത്തിയിരിക്കുകയാണ്.
നല്ല മണ്ണാണ് കേട്ടോ കാശ്മീരിൽ. ഇങ്ങനത്തെ വർക്കൊക്കെ ഇവർ തന്നെയാണ് ചെയ്യുന്നത്, പുറത്തുനിന്ന് പണിക്കാരെന്ന് വിളിച്ചിട്ടല്ല. ഇതൊരു കടുകുപാടാണ്, പക്ഷേ ഇങ്ങനെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ബി സർസോം കക്കയത്ത് ഇത് ഗ്യാപ്പ് ഇട്ടിട്ട് ഇങ്ങനെ ഇത് കുഴിച്ചിട്ടിരിക്കുകയാണ് ഓരോന്നായിട്ട്. അപ്പോൾ കൂടുതൽ വെള്ളം ഉണ്ടാവും, മറ്റേ വിതറിയിരിക്കുകയായിരിക്കും. അപ്പം കുഴിച്ചിട്ടതായതുകൊണ്ട് ഇവിടെ ഇങ്ങനെ അധികം തിക്കായിട്ട് അല്ല ഉള്ളത്. കട അറിയില്ല. ഇവരുടെ വീട്ടിലേക്ക് വരുമ്പോൾ എനിക്ക് എൻ്റെ സ്വന്തം വീട്ടിലേക്ക് കുറേ കാലത്തിന് ശേഷം പോകണൊരു ഫീലിംഗ് ആണ് കേട്ടോ. മമ്മി ഹായ് ബോലോ നാ. हाय. आप खुश है? हाँ. क्यों खुश हो गए आज? हाँ. क्यों? മമ്മിക്ക് തുള്ളി പോലും ഹിന്ദി അറിയില്ല, എനിക്കാണെങ്കിൽ കാശ്മീരി അറിയില്ല. പക്ഷെ ഞങ്ങൾ ഫുള്ള് കാശ്മീരിയിൽ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വർത്താനക്കാരാണ്. എന്നോട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്, ഞാൻ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് മനസ്സിലാക്കിയിട്ട് പറയുന്നുണ്ട്. പകുതി മനസ്സിലാവുള്ളൂ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. ആൻഡ് വി ആർ ഹാപ്പി. എന്നെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര കെട്ടിപ്പിടിച്ച് അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഇത് വലിയ പാവമാണ്, പാവശ്രീയാണ് ഇവരുടെ ഹസ്ബൻഡ് ഇവിടുത്തെ വലിയ ഡോക്ടറൊക്കെയാണ്. പക്ഷേ ഇവർ തന്നെയാണ് പശുവിനെ നോക്കുന്നതും ചാണം കെടുക്കുന്നതും, പട്ടിപ്പണിയാണ് ഇവർക്ക്. ദേ ഹാപ്പി, ദേ ആർ യൂസ് ടു ദാറ്റ്. ഞാൻ ചിപ്സും അങ്ങനെ ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്ന് വന്നപ്പോൾ. പഴുത്ത ബനാനയുടെ ചിപ്സൊക്കെ ഇപ്പോൾ നോമ്പായതുകൊണ്ട് കഴിച്ചിട്ടില്ല. ഇനിയിപ്പോൾ നോമ്പ് തുറന്നിട്ട് വേണം ഒക്കെ കഴിക്കാൻ. എന്നാണ് കാശ്മീരിനോ മലയുടെ മുകളിലൊക്കെ മഞ്ഞുണ്ട്. ഒരു ചെറിയ പൂക്കളുള്ള മരം കേട്ടോ, നമ്മുടെ വലിയ പൂവല്ല. പക്ഷേ ഈ മരത്തിൽ നിറച്ചങ്ങറ്റ വരെ പൂക്കളാണ്. മമ്മി അവിടെ മമ്മിയുടെ റിലേറ്റീവ് പറഞ്ഞവരുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടുത്തെ ഈ പറമ്പിലുള്ള പണിയൊക്കെ ഇവർ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. इसमें आलू डाला, आलू 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 डाला. മൂലി എന്താ മുള്ളങ്കിയാണ് ഇട്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഈ ഇവിടെ ഇട്ടിരിക്കുന്നത് മുള്ളങ്കിയാണ്. പാമ്പൊന്നും ഉണ്ടാവില്ലായിരിക്കും. ഹായ് ഹായ്, മാലൂമേ മാലൂമേ അസൽ അസൽ. നോക്കി ഒരു പട്ടി അവിടെ നിൽക്കുന്നുണ്ട്. അടിപൊളി പട്ടിയാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാനും മമ്മിയും സമീറും കൂടി വീട്ടിൽ നിന്ന് ചാണകമൊക്കെ ഒരു ഉന്തുവണ്ടിയിലാക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടിരുന്നു. ഇത് പുല്ലാണ്, പശുവിന്, അവരുടെ വീട്ടിൽ പശുവിനുള്ള തിന്നാൻ വേണ്ടി വളർത്തുന്ന പുല്ലാണ്. ഇത് ഉണങ്ങി കഴിയുമ്പോഴാണ് അവർ പശുവിന് എടുത്ത് കൊടുക്കുന്നതെന്ന് തോന്നുന്നു. ഇവിടെ ഞാനിങ്ങനെ വന്നപ്പോഴല്ലേ വലിയൊരു ആട്ടിൻകൂട്ടം പോകുന്നുണ്ടേ. നോക്കട്ടെ, കുട്ടികളോ അവിടെ രണ്ട് കുട്ടികൾ ഇരിക്കുന്നുണ്ട്. അങ്ങോട്ട് പോയി നോക്കട്ടെ, അങ്ങോട്ട് ഇവിടെ പോയി വരും. ഓ അടിപൊളി കേട്ടോ ഈ സ്ഥലം. വീട്ടിൽ കിടന്നുറങ്ങിയിരുന്നെങ്കിൽ എനിക്ക് ഇതൊന്നും കാണാൻ പറ്റില്ലായിരുന്നു. മഞ്ഞുമലയാണ് അങ്ങറ്റത്ത്, സോൻമാർഗാണ് കാണുന്നത്. സോൻമാർഗിലെ മലകളാണ് ആ ദൂരെ കാണുന്നത്. അവരെങ്ങോട്ടും അപ്പുറത്തേക്ക്. ഈ ആടുകളെ റോട്ടിൽ കണ്ടപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയത്. ഇതെല്ലാം ഇവിടെ നല്ല തടിയാമ്പ് ആടുകളാട്ടോ. മീർ സാഹബേന ഇവിടെ ഒരു നല്ലൊരു പട്ടിക്കുട്ടനുണ്ട് കേട്ടോ. ഈ ആടിനെ നോക്കാനുള്ള കാവൽക്കാരനാണ്. അടിപൊളി ചെമ്മരി ആടും കൂട്ടും.
മിതമായ രീതിയിലൊരു നോമ്പ് തുറട്ടെ. നമ്മൾ അവിടെ ഫൈസലിൻ്റെ ഉമ്മ നോമ്പ് തുറക്കുന്നത് കണ്ടാൽ ഞെട്ടിപ്പോവും. ഇതായി റൊട്ടി, അതും ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് മാങ്ങയും മസ്ക് മെലണും വാട്ടർ മെലണൊക്കെ വാങ്ങിച്ചിരുന്നു കൊണ്ട് വരുമ്പോൾ ഞാനിപ്പോൾ കട്ട് ചെയ്ത് കൊടുത്തപ്പോൾ അതും കൂടി എടുക്കുന്നുണ്ട്. എന്നിട്ടും എന്നോട് ഫ്രൂട്ട്സ് ഒന്നും വേണ്ട പറഞ്ഞു. മാംഗോയും ഇതും മസ്ക് മെലണും ഇത് കഴിച്ചിട്ടാണ് ഇവർ നോമ്പ് തുറക്കുന്നത്. ബസ് ഇത്തന പപ്പാ ഹെത്തോ ബി ഇത്തന ബസ്. ആ ഇവർ നോമ്പ് തുറക്കുന്നതിന് അമ്മ എന്തൊരു സിമ്പിളായിട്ടാണ്. കാശ്മീരിയുടെ ലൈഫ് ഭയങ്കര സിമ്പിളാണ് കേട്ടോ. ചുറ്റും മഞ്ഞുമലകൾ നിറഞ്ഞൊരു സ്ഥലത്താട്ടോ ഞാൻ താമസിക്കുന്നത്. അപ്പം മമ്മി എന്നോട് ചോദിച്ചു തണുക്കുന്നത് കണ്ടിട്ട് കാങ്കടി ആക്കി തരട്ടെ എന്ന്. മമ്മി എന്നെ കാങ്കടി ഞാൻ കണ്ടിട്ടുണ്ട്, അല്ലാതെ കാങ്കടി എങ്ങനെയാണ് നിറക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഇതാണ് ഞാൻ പറഞ്ഞ വിൻ്റർ വൈഫ്. ഇതിനെ കുറച്ച് വെണ്ണൂർ വെട്ടി കളഞ്ഞു, ഫുള്ള് കളഞ്ഞില്ല. എന്നിട്ട് ഇതാ കരി, ഫുള്ളായിട്ട് കത്തി തീരാത്ത കരിയാണ്. ചെറിയ ഈ പിന്നെ വിറക് കൊള്ളിയുടെ ഒക്കെയാണിത്, അങ്ങനെ വലിയ കൽക്കരിയൊന്നുമല്ല. അത് നിറച്ചു ഇതിൽ. എന്നിട്ട് മമ്മി അത് കത്തിക്കും തോന്നുന്നു കേട്ടോ. അങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്നാണ് തോന്നുന്നത്. വിൻ്റർ വൈഫ് എന്നാണ് കാങ്കടീനെ പറയുക. വിൻ്ററിൽ ഉപയോഗിക്കുന്ന ചൂട് തരുന്ന ഒരു സംവിധാനമാണ് പിന്നെ വിൻ്റർ വൈഫ് എന്നാണ് പറയുക. കാങ്കടി വിൻ്റർ വൈഫ്. മമ്മി കംപ്ലീറ്റ് എന്നോട് കാശ്മീരി പറയുന്നത് കേട്ടോ. കിതർ ജായെങ്കിൽ എവിടെ പോണ്ടേ? അങ്ങോട്ട് പോകണം. എന്തിനാണ് അങ്ങോട്ട് പോണത്? വിടണ്ട. നോമ്പ് തുറന്നു കഴിഞ്ഞിട്ട് കൈ പോലും കഴിക്കാതെ കേട്ടോ പോണത്. കാരണം ഇരുട്ടായി കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടിപ്പോൾ പെട്ടെന്ന് പോയിട്ട് ചെയ്യാൻ തോന്നുന്നു. വൈക്കോലിടാൻ എന്തിനാണെന്ന് അറിയില്ല ഇവർ പോണത്. എങ്ങോട്ട് ഇവർ പോണത്? ദൈവം അതിൻ്റെ ഉള്ളിൽ എന്തോ വിട്ട് കത്തിക്കാനാന്ന് തോന്നുന്നത്. അപ്പോൾ അടുത്ത വീട്ടിൽ പോകണം എന്തിനും മനസ്സിലായില്ല. അവരെ വീട്ടിൽ കാങ്കടിയിൽ ഇതുണ്ട്, തീക്കനലിരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. ഇത് അടുത്ത വീട്ടാണ് ഇവരുടെ തന്നെ ബന്ധുവിൻ്റെ. അപ്പോൾ അവിടെ പോയിട്ട് ഇത് ഇടാനായിരിക്കും കേട്ടോ വേറെ. കാരണം ഇവിടെ ഗ്യാസ് അല്ലേ, അപ്പോൾ അടുപ്പില്ലല്ലോ. അപ്പോൾ ഇവരെ വീട്ടിലത്തെ കുറച്ച് തീ ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ റെഡിയാവും. ഇവിടെ കറണ്ട് വരെ ഓണാക്കിയിട്ടില്ലേ മമ്മി? വെയിറ്റ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ അപ്പുറത്തെ വീട്ടിലത്തെ കാങ്കടിയിൽ നിന്ന് തീ എടുത്തിട്ട് നമ്മുടെ കാങ്കടിയിലിട്ട്. അപ്പോൾ എന്തായി, അതിങ്ങനെ നീറി കത്തും. ഇനി ഓക്കെ ബസ് അടിപൊളി. ഓ താങ്ക് യു. അപ്പോൾ ഇതുകൊണ്ട് ഇങ്ങനെ ഇളക്കുക ചെയ്യുക. ഇനി ഇതിങ്ങനെ പിടിച്ചിരുന്നാൽ നല്ല ചൂട് എനിക്കിങ്ങനെ വരും. താങ്ക് യു മമ്മി, താങ്ക് യു. തണുപ്പായി, സൂര്യാസ്തമയം കഴിഞ്ഞു, നമ്മൾ നോമ്പൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ തണുത്ത് വറക്കുന്നത് കണ്ടിട്ടാണ് മമ്മി കാങ്കടി ഫില്ല് ചെയ്ത് തന്ന്. അടുത്ത വീട്ടിൽ പോയിട്ട് തീയൊക്കെ അതിൽ നമ്മൾ ഈ സിഗരറ്റൊക്കെ ഇങ്ങനെ പണ്ട് ഞങ്ങളൊക്കെ ചെറുതാവുമ്പോൾ പിന്നെ തീപ്പെട്ടിയൊക്കെ കഴിഞ്ഞ് അടുത്ത വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരും ഒരു ചെറിയ വിളക്കായിട്ടൊക്കെ തീ കൊണ്ടുപോകാൻ വേണ്ടി. അന്നൊക്കെ അങ്ങനെയാണ്. അപ്പോൾ മമ്മി അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് തീക്കനലിട്ടിട്ട് കാങ്കടി ഫില്ല് ചെയ്ത് കൊണ്ടുവന്നിട്ട് താങ്ക് യു. ഓക്കെ, കാങ്കടിക്ക് ഫുള്ള് തീയേ എൻ്റെ പേഴ്സണൽ കാങ്കടിയാണ് ഇന്നത്തെ. എൻ്റെ വിൻ്റർ ഹസ്ബൻഡ് വാവേ. ഐ ഗോട്ട് എ വിൻ്റർ ഹസ്ബൻഡ് ഹിയർ. വാവനെക്കാളും ചൂടുണ്ട്. ഇപ്പം നാട്ടിലിപ്പോൾ ഭയങ്കര പൊളി ചൂടായതുകൊണ്ട് ഐ ഡോണ്ട് നീഡ് എ വിൻ്റർ ഹസ്ബൻഡ്. നമ്മളിപ്പം സെപ്പറേറ്റ് ആണ് കിടക്കുന്നത്. തുടരല്ലേ എന്ന് പറഞ്ഞാൽ കിടക്കുന്നത്. പക്ഷേ ഇവിടെ ഐ ഗോട്ട് എ വിൻ്റർ ഹസ്ബൻഡ് ഇൻ കാശ്മീർ. അപ്പം എൻ്റെ വിൻ്റർ ഹസ്ബൻഡുമായിട്ട് ഞാൻ എൻ്റെ ബെഡ്റൂമിൽ കയറുകയാണ്. ഇതാണ് എൻ്റെ വിൻ്റർ ഹസ്ബൻഡും ബെഡ്റൂം. ഞാൻ എവിടെയാണ് കിടക്കുന്നത്. എൻ്റെ ഉണങ്ങിയ ഡ്രസ്സൊക്കെ ഉണക്കാൻ വേണ്ടി ഞാൻ അവിടെ കാർപ്പറ്റിൽ വിരിച്ചിട്ടിരിക്കുക. ഓൾമോസ്റ്റ് ഉണങ്ങി. ക്യാ മമ്മി ബോലിയേ? നെയ് നാ എന്നോട് ഇതിൽ മറക്കരുതെന്നാണ് പറഞ്ഞത്. ഇത് മറിച്ചത് കത്തിപ്പോവും. ഇത് ആണ് എൻ്റെ വിൻ്റർ വൈഫ് അല്ല. ഐ ഹാവ് ഗോട്ട് എ വിൻ്റർ ഹസ്ബൻഡ് ഹിയർ. അയ്യോ, അപ്പോൾ ഇതിൻ്റെ അടുത്ത് ഇനിതാ ഇങ്ങനെ പിടിച്ചിരിക്കണം. അപ്പോൾ നല്ല ചൂട് വരും. ഇവിടെ ആരും ഇല്ല കേട്ടോ. ഇന്ന് ഞാനും മമ്മി മാത്രമേ വീട്ടിലുള്ളൂ. ഫൈസലിൻ്റെ ഭാര്യയുടെ വീട്ടിൽ പോയി. ഡാഡി പപ്പ ഡ്യൂട്ടി പോയിരിക്കുകയാണ്. ഡോക്ടറാണ്. അപ്പോൾ 2 days ആണ് ഡ്യൂട്ടി ആൻഡ് 2 days ലീവാണ്. ഇതാണ് ബിസ്തർ എന്നാണ് ഇതിന് പറയുക. ഇങ്ങനെ ബെഡ് വിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ കട്ടലൊന്നും ഉണ്ടാവില്ല ഇവിടുത്തെ വീടുകളിൽ. അപ്പോൾ ഇവരുടെ ഇത് മമ്മി ഇവിടെ കിടക്കാൻ വേണ്ടിയിട്ട്. ഇത് ആക്ച്വലി ഇവരുടെ നമ്മളെ ലിവിങ് റൂം എന്ന് പറയില്ലേ, സിറ്റിംഗ് റൂം അതാണ്. പക്ഷേ ഞാൻ വന്നതുകൊണ്ട് എനിക്ക് ഈ റൂം തന്നു. അപ്പോൾ ഇന്ന് ആരും ഇല്ലാത്തതുകൊണ്ട് മമ്മി എൻ്റെ കൂടെ കിടക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ വിരിച്ചു. ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മളിങ്ങനെ പോവുക ചെയ്യുക കണ്ടോ. പിന്നെ എനിക്കൊരു ഹോട്ട് വാട്ടർ ബാഗ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ തിളച്ച വെള്ളം നിറച്ചതാണ്. അപ്പോൾ ഇത് നമ്മൾ കൂടെ ഇങ്ങനെ വെച്ചാൽ ഒരു ചെറിയ ചൂട് നമുക്ക് പകൽ ഫുള്ള് കിട്ടുകയും ചെയ്യും. ഇതിനെയാണ് ഹോട്ട് വാട്ടർ ബാഗ് പറയാം. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ കിടക്കുന്നത്. ഞാൻ ഇട്ടിരിക്കുന്നത് കണ്ടോ. മമ്മി എനിക്ക് തണുപ്പ് കാരണം ഒരു ഫെയറൻ തന്നാണ് കേട്ടോ. ഫെയറൻ എന്ന് പറയുന്ന ഡ്രസ്സ് ഇവിടുത്തെ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ വിൻ്റർ ആകുമ്പോൾ ഇടുന്നതാണ്. ഒരു എന്താ പറയുക, വൂള് കൊണ്ടുണ്ടാക്കിയ കട്ടിയുള്ള